ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പടവലങ്ങ വൻപയർ തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പടവലങ്ങ വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ അതിൻ്റെ ആ ഒരു വൈറ്റ് ഒരു പൊടി പോലത്തുള്ള സ്കിന്നൊക്കെ ഒന്ന് വൃത്തിയാക്കും. അതിനുശേഷം അതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള സീഡെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി അതൊന്ന് തോർത്തിയതിന് ശേഷമാണ് ഞാൻ അരിയാനായിട്ട് തുടങ്ങുന്നത്. അല്ലാണ്ടും ചിലപ്പം സ്കിൻ കളഞ്ഞതിന് ശേഷം ചിലപ്പം കഴുകിയിട്ട് നേരിട്ട് അരിയുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഞാൻ പടവലങ്ങ എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. സവോളയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു 1/2 കപ്പ് വൻപയർ പുഴുങ്ങിയതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വൻപയർ തോരൻ വെച്ചതിൻ്റെ ബാക്കി നമ്മൾ പയർ പുഴുങ്ങിയതെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പടവലങ്ങയുടെ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് പടവലങ്ങ വൻപയർ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടു. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും സവോള ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പടവലങ്ങ കൂടി തട്ടിയിട്ട് കൊടുക്കാം. അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിനകത്തോട്ട് വൻപയറൊക്കെ ഇട്ടിട്ട് അതെല്ലാം, കാരണം ഓൾറെഡി വൻപയർ നമ്മുടെ വെന്തിരിക്കുന്ന സാധനം, നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇതിനൊരു അരപ്പ് വേണം. അത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പീര ഇത്ര ഇട്ടൊന്ന് ചതച്ച് വയ്ക്കും. ഞാൻ കൂടുതൽ ഞാൻ അരപ്പൊക്കെ അരച്ച് ഇങ്ങനെ മിക്സിയിൽ ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ തോരൻ്റെ അരപ്പ് ഞാൻ ഡയറക്റ്റ് അപ്പം നമുക്ക് എളുപ്പത്തിന് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അപ്പം പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട് രണ്ടും. അതിനകത്തും നടുക്കൊന്ന് കുഴിച്ചിട്ട് നമ്മൾ ഈ ഒരു അരപ്പും കൂടെ ചേർക്കും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് പൊത്തി വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.